കാണുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. അരുൺ ബാബുവിന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുന്നു. മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കി അരുൺ ബാബു മടങ്ങുകയാണ്. കടബാധ്യത തീർക്കാനും വീട് എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനും വേണ്ടിയാണ് അരുൺ ബാബു പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തത്. പക്ഷേ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ബാക്കിയാക്കി ഒരു കുടുംബത്തെ ആകെ അനാഥമാക്കി രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവരെയും അനാഥരാക്കി മടങ്ങുകയാണ് അരുൺ ബാബു. VV വിനോദ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. വിനോദ്, വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അവിടെ. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ഹൃദയഭേദമായ രംഗങ്ങൾ തന്നെയാണ്. കാരണം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയ ഒരു ചെറുപ്പക്കാരൻ, 37 വയസ്സാണ്, 2 കുഞ്ഞുങ്ങളാണ്, 13 വയസ്സുള്ള 2 പെൺകുട്ടികളുടെ പിതാവാണ്. ജീവിതം, ആ കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ ബാധ്യതകൾ, പുതിയൊരു വീട്, അമ്മയുടെ സംരക്ഷണം, ഇതെല്ലാം സ്വപ്നം കണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ ചേതനയേറ്റ ശരീരമായി തിരികെ എത്തുമ്പോൾ അത് താങ്ങാവുന്നതിൽ അധികമുള്ള ഒരു വേദനയായി തന്നെ മാറുന്നു. അരുൺ ബാബുവിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ, പ്രത്യേകിച്ച് അരുണിന്റെ അമ്മയുടെ കാര്യം നമ്മൾ കാണുമ്പോൾ, നേരത്തെ അരുണിന്റെ സഹോദരി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി കർണാടകയിലേക്ക് പോയതാണ്. അവിടെ പനി ബാധിക്കുന്നു. അവിടെ വെച്ച് ആ പെൺകുഞ്ഞ് പെൺകുട്ടി മരിച്ചു പോകുന്നു. ആ ഒരു മരണം തന്നെ അരുണിന്റെ അമ്മയെ വല്ലാതെ ഉലച്ചു, മാനസികമായി വല്ലാതെ തളർത്തി, താങ്ങാൻ പറ്റാത്ത വേദനയായി ആ അമ്മ ജീവിതം തള്ളി നീക്കുമ്പോഴാണ് മകൻ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം. അതും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ അനാഥമാക്കി അരുൺ അകന്നു പോകുമ്പോൾ അത് വേദനയുടെ വലിയ നൊമ്പര കാഴ്ചയായി മാറുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ, അത് അനാഥത്വത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, ഒരു ആശ്രയം നഷ്ടമായതിന്റെ ഒരു ശബ്ദമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നൊമ്പരമാണ്, വേദനയാണ്, വലിയ സങ്കടമാണ്. ഇവിടെ നിൽക്കുമ്പോൾ 2 പെൺകുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ വെമ്പായത്ത് ഭാര്യയുടെ വീട്ടിലേക്കാണ് അരുണിന്റെ ഭൗതികദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അരുണിന്റെ ഭൗതികദേഹം ആര്യനാട്ടേക്ക്, നെടുമങ്ങാട് ഉഴമലക്കൽ, അവിടെ കുടുംബ വീടാണ്, ആ ഭാഗത്തേക്ക് അവിടെ എത്തിക്കുകയും അവിടെ തന്നെ കുടുംബ വീടിനോട് ചേർന്ന വസ്തുണ്ട്. ആ പുരയിടത്തിലാണ് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. മന്ത്രി GR അനിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും, ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളുടെയും, അതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. ശരി വിനോദ്, ഞാൻ വിനോദിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ പത്തനംതിട്ടയിലെ വസതിയിലേക്ക് മുരളീധരൻ നായരുടെ മൃതദേഹം എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. 32 വർഷത്തെ പ്രവാസ ജീവിതമാണ് മുരളീധരൻ നായർക്ക് ഉണ്ടായിരുന്നത്. അതിനിടയിൽ നിരവധി തവണ അദ്ദേഹം പോയി വന്നിരുന്നു. പലതവണ അദ്ദേഹത്തെ യാത്രയാക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയാണ്. അദ്ദേഹം അന്ത്യയാത്രയ്ക്കായി വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നും ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, 3 പതിറ്റാണ്ടിലധികം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മുരളീധരൻ നായർ വീട്ടിലേക്ക് എത്തുകയാണ്. അന്ത്യയാത്രയാണ്. എങ്ങനെയാണ് ആ നാടും ഉറ്റ ബന്ധുക്കളും വിട നൽകുന്നത്? ിക 2 മാസം മുമ്പ് അദ്ദേഹം പ്രവാസ ജീവിതം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തടസ്സങ്ങളുണ്ട്. ശരണ്യ, ഞാൻ ശരണ്യയിലേക്ക് വരാം. നമുക്കറിയാം, പത്തനംതിട്ട 6 പേരെയാണ് ജില്ലയിൽ നഷ്ടമായിരിക്കുന്നത് കുവൈറ്റിലെ ദുരന്തത്തിൽ. അതിൽ ഏറെ നാളായി, ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായി പ്രവാസ ജീവിതത്തിൽ ആയിരുന്നു മുരളീധരൻ നായർ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. നാട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ,
രേണുക 30 വർഷക്കാലം നീണ്ടുനിന്ന പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് ചേതനയേറ്റ ശരീരമായി മടങ്ങി വന്നിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിദേശത്ത് നിന്നും കുവൈറ്റിൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ തിരികെ പോകുന്നില്ല. അതായത് പ്രവാസ ജീവിതത്തിന് വിട നൽകി അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ അത്താണിയായി വിദേശത്തേക്ക് പോയ ആളാണ്. അദ്ദേഹത്തിന്റെ യൗവന കാലഘട്ടം മുതൽ നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രവാസ ജീവിതം. അതിനുശേഷം പിന്നീട് അദ്ദേഹം മടങ്ങി വന്ന കഴിഞ്ഞ ഫെബ്രുവരിയോടുകൂടി വീണ്ടും കമ്പനിയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നു, 1 വർഷത്തെ സേവനം കൂടി ആവശ്യമുണ്ട് എന്നുള്ളത്. കാരണം ഫയലുകളും മറ്റും തീർപ്പാക്കുന്നതിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കുന്ന ഒരാളായിരുന്നു മുരളീധരൻ നായർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു എഫിഷ്യൻസി കണക്കിലെടുത്തുകൊണ്ട് 1 വർഷത്തെ കൂടി സേവനം വേണം, ആവശ്യമുണ്ട് എന്ന് കമ്പനി അറിയിക്കുകയും പിന്നീട് മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം മടങ്ങിപ്പോവുകയുമായിരുന്നു. വന്ന ഘട്ടത്തിൽ ഇളയ മകളുടെ കുട്ടിയെ അടക്കം പ്രസവം കഴിഞ്ഞ് കുട്ടിയെ അടക്കം കണ്ടാണ് അദ്ദേഹം പിന്നീട് തിരിച്ചു പോകുന്നത്. വളരെ വേദനയുള്ള ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു ദീർഘകാലമായ പ്രവാസ ജീവിതത്തിന്റെ അവസാനം ഇത്തരം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗീത അടക്കമുള്ള ആളുകളെ ഈ വിവരം അറിയിക്കാനാവാതെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ആ ബന്ധുക്കൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. പഞ്ചാബിലുള്ള മകനെ മാത്രമാണ് ഈ വിവരം ആദ്യം അറിയിച്ചിരുന്നത്. ഈ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരും എത്താതിരിക്കാൻ വേണ്ടി ബന്ധുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് MLA-യുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ എത്തി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ആ കുടുംബത്തെ ഭാര്യയെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഓരോ വീടുകളും വളരെ ദുഃഖാർദ്രമായ അന്തരീക്ഷമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ദീർഘകാലമായ പ്രവാസ ജീവിതത്തിന്റെ അവസാനം ഇത്തരത്തിലായി എന്നുള്ളൊരു ദുഃഖം ഈ നാട്ടുകാർക്ക് ഉൾപ്പെടെയുണ്ട്. നിരവധി ആളുകൾ ഇവിടെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും മരണപ്പെട്ടവരിൽ ഇന്ന് മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് നടക്കുക. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ മറ്റിടങ്ങളിൽ, അതായത് മോർച്ചറിയിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലെ മോർച്ചറികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശനിയും ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ബാക്കിയുള്ളവരുടെ സംസ്കാരം നടക്കുക. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മടങ്ങിപ്പോയ അദ്ദേഹത്തിന് ഇത്തരമൊരു ദുരന്തത്തിലൂടെ തിരികെ വരേണ്ടി വന്നു എന്നുള്ളൊരു ഞെട്ടൽ തന്നെയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം അത് ഈ കുടുംബങ്ങളെയൊക്കെ തന്നെ വലിയ തോതിൽ തളർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസിക നിലയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമായിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഓരോ കുടുംബങ്ങളും അതീവ ദുഃഖത്തിലൂടെയാണ് പത്തനംതിട്ട ജില്ലയിൽ കടന്നു പോകുന്നത്. കാരണം 6 പേരുടെ ജീവനാണ് പത്തനംതിട്ടയ്ക്ക് നഷ്ടമായത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്നും മറ്റൊരു ലോകത്തേക്ക്, അതായത് പ്രവാസ ലോകത്തേക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കാനായി പോയ ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. പല തട്ടിലുള്ള ആളുകളുണ്ട്. യൗവനത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടവർ, കുടുംബം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി തുടക്കം കുറിക്കാനായി പോയവർ, ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ എത്തി നിൽക്കുന്ന ആളുകൾ, പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനായി മുതിർന്ന ആളുകൾ, അങ്ങനെ പല ഘട്ടത്തിലുള്ള ആളുകളെയാണ് എല്ലാ കുടുംബങ്ങൾക്കും നഷ്ടമായിട്ടുള്ളത്. പല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, പലരും സുരക്ഷിതമായ കരങ്ങളിൽ, സുരക്ഷിതമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ അവരുടെ സ്വപ്നങ്ങളെല്ലാം കവർന്നുകൊണ്ടാണ് മരണം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത്തരത്തിൽ പത്തനംതിട്ടയിലെ ഓരോ വീടുകളെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതീവ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്കറിയാം ഈ സ്ഥാപനവുമായി ഓരോ വീടും ഒപ്പം തന്നെ കേരളവും ആകെ കേഴുകയാണ്. പ്രവാസികളുടെ ഈ വിയോഗത്തിൽ മുരളീധരൻ നായർ 3 പതിറ്റാണ്ടിലധികമായി പ്രവാസ ജീവിതത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വരവും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ആഘോഷമായിരുന്നെങ്കിൽ ഇത്തവണ അതല്ല സാഹചര്യം. എങ്ങും ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അന്ത്യയാത്രയ്ക്കായാണ് ഇത്തവണ അദ്ദേഹം അവസാനമായി ആ മണ്ണിലേക്ക് എത്തുന്നത്. വിട പറയുകയാണ് ജന്മനാട്. ബുള്ളറ്റിൻ